ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഡോണറ്റ് എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു ബൗളിൽ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡോണറ്റിന് ഒന്നും കൂടി നല്ല ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഈസ്റ്റാണ് വേണ്ടത്. അത് ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനിതിലേക്ക് 1/2 കപ്പ് ഇളം ചൂടുള്ള പാല് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ 1/2 കപ്പ് പാല് ഒരുമിച്ച് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കരുത്, കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾ പാൽപ്പൊടി ചേർക്കണം നിർബന്ധമില്ല. പാൽപ്പൊടി ചേർക്കുന്നില്ലെങ്കിൽ അപ്പോൾ അതിനനുസരിച്ചുള്ള പാല് കുറവ് ചേർത്താൽ മതിയാവും. അപ്പോൾ ഒരുപാട് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു പാകമല്ല വേണ്ടത്. എന്നാൽ ചപ്പാത്തി മാവിനേക്കാളും കുറച്ച് സോഫ്റ്റും കൂടി ആയിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഞാനിവിടെ ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ എത്ര വട്ടം കുഴച്ചെടുക്കുന്നു, എത്ര നേരം കുഴച്ചെടുക്കുന്നു, അപ്പോൾ അത്രയും സോഫ്റ്റ് ആയിട്ട് ഡോണറ്റ് കിട്ടും. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്നും കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ബൗളിലും ഒക്കെ ഒന്ന് ബട്ടർ പരട്ടി കൊടുത്തിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് ബട്ടർ പരട്ടി കൊടുത്തിട്ട് ഒരു 2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഇത് ഡബിളായിട്ട് വരും. ഇപ്പോൾ ഇവിടെ 2 മണിക്കൂറിന് ശേഷം ഇത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നമുക്കിനി ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം ഞാനിവിടെ കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ ഒന്ന് തൂവി കൊടുത്തിട്ട് ഇതിലിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഏകദേശം ഒരേ വലുപ്പം നോക്കിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു 6 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഏകദേശം ഒരു നോർമൽ വലുപ്പമായിട്ട്. നല്ല വലിയ ഡോണറ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്യാം. അതിനുശേഷം വീണ്ടും കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ ഒന്ന് തൂവി കൊടുത്തിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഒരേപോലെ ഒന്ന് റൗണ്ടാക്കി പരത്തിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ നടുക്കിൽ ഹോൾ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഒരു കുപ്പിയുടെ മൂടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതൊന്ന് മൈദയിലൊന്ന് മൂടി ഭാഗം ഒന്ന് മുക്കി കൊടുത്തിട്ട് നടുക്കിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ നമുക്ക് കറക്റ്റ് ഉള്ളിൽ ഹോൾ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാതും തയ്യാറാക്കി വെച്ചതിന് ശേഷം നമുക്കിനി ഇത് ഓയിലിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഏകദേശം അത്രയും ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്, നമുക്ക് പെട്ടെന്ന് ആയി കിട്ടും. അപ്പോൾ ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കരുത്, മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാനേ പാടുള്ളൂ. അതിനുശേഷം നമുക്ക് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്, ഉള്ളൊക്കെ തന്നെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഓയിലിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ളതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ചോക്ലേറ്റിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. ഞാനിവിടെ മിൽക്ക് കോമ്പൗണ്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി ഈ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ഒന്ന് ചൂട് കുറച്ചൊന്ന് ആറുമ്പോൾ നമുക്ക് ഓരോന്ന് എടുത്തിട്ട് ഈ ചോക്ലേറ്റിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് കുറച്ച് നേരം ഒന്ന് വയ്ക്കണം, ഇതൊന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട്. ഇത് തണുത്ത് വരുമ്പോഴേക്കും കറക്റ്റ് സെറ്റായിട്ടുണ്ടാവും. ഞാൻ ഇതിൻ്റെ മേലെ കുറച്ചൊന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് ചോക്ലേറ്റ് ക്രഷ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം കഴിക്കുക. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് ഡോണറ്റാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തന്നെ മറക്കാതെ അറിയിക്കണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.